കേരളത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷ സർക്കാർ കാലാവധി പൂർത്തീകരിക്കുന്നത് 2001 മാത്രമാണ്. 57 ചില മാറി മാറി എന്ന് പറയുമ്പോൾ അല്ല, 57 മുതൽ ഈ 2001 വരെയുള്ള ചരിത്രം എടുത്താൽ 15 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചിട്ടുള്ളൂ. 57, 59, 67, 69, 80, 82, 87, 91, 96, 2001. 2001 കാലാവധി കഴിഞ്ഞ ആദ്യമായി പൂർത്തീകരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ഇടതു മുന്നണിക്ക് ഏറ്റവും കുറഞ്ഞ സീറ്റ് കിട്ടിയത്, 40 സീറ്റ്. അത് ആ കാലാവധി പൂർത്തീകരിച്ച ഗവൺമെന്റ് ഒരു കാരണവശാലും തുടരരുതെന്ന വലതുപക്ഷത്തിന്റെ ഏകോപനമാണ്. വർഗ സമരവും വർഗീയതയും. യഥാർത്ഥത്തിൽ വർഗീയ വിരുദ്ധ സെമിനാറുകൾ, മതനിരപേക്ഷ സമ്മേളനങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി സമ്മേളനങ്ങളുടെയൊക്കെ ഭാഗമായി നമ്മളെല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ കാലയളവിൽ രാജ്യത്ത് വർഗീയത ഏറ്റവും അപകടകരമായ രൂപത്തിൽ വളർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വർഗീയതയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും? വർഗ സമരം കൊണ്ട് എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത്? വർഗ സമരം കൊണ്ട് മാത്രം വർഗീയതയെ ഇല്ലാതാക്കാൻ കഴിയുമോ? അതൊരു ലളിതവും ഹ്രസ്വവുമായ പ്രക്രിയയാണോ? ഇത്തരം ചില പ്രശ്നങ്ങളെ പൊതുവെ സമീപിക്കാനും ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയിൽ ഇനി എങ്ങനെ വർഗീയതയെ പ്രതിരോധിക്കേണ്ട ഒരു കേരള പരിസരം രൂപപ്പെടുത്തേണ്ടതുണ്ട്, അത് ഒന്ന് വിശദമാക്കാനുമാണ് ഈ പ്രഭാഷണത്തിൽ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത്. വർഗീയത നമുക്കെല്ലാവർക്കും അറിയാം, മതത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രയോഗമാണ് ഏറ്റവും ലളിതമായ അർത്ഥത്തിൽ. മതപരമായ ആ സ്വത്വത്തെ സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവുമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് വർഗീയത യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മതവിശ്വാസം വർഗീയതയുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഇത് നമ്മൾ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മതവിശ്വാസത്തെ സംബന്ധിച്ച ഒരു വളരെ ശ്രദ്ധേയമായ നിരീക്ഷണം സുപ്രീം കോടതി നടത്തുകയുണ്ടായി. വ്യക്തിയും ദൈവവും തമ്മിലുള്ള അങ്ങേയറ്റം സ്വകാര്യമായ ഒന്നാണ് വിശ്വാസം. ഇതാണ് സുപ്രീം കോടതി നടത്തിയ ഒരു നിരീക്ഷണം. ഒരു വിശ്വാസിയും ദൈവവും തമ്മിലുള്ള അങ്ങേയറ്റം സ്വകാര്യമായ ഒന്നാണ്. ഇത് നമ്മുടെ ഭരണഘടന കാഴ്ചപ്പാടിനകത്ത് വിളക്കി ചേർത്തിട്ടുള്ള ഒരു ആശയത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. മതനിരപേക്ഷത, ഇപ്പോൾ മതേതരത്വം, ഈ രണ്ട് വാക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സെക്കുലറിസം എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള പദമായിട്ടാണ് ഈ രണ്ട് പദങ്ങളും ഉപയോഗിക്കാറുള്ളത്. ഒരിക്കൽ ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ EMSനോടൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഏതാണ് ശരി മലയാളത്തിൽ? മതനിരപേക്ഷതയാണോ മതേതരത്വമാണോ? അന്ന് EMSൻ്റെ മറുപടി, മതേതരത്വം എന്ന വാക്ക് നമ്മൾ പ്രയോഗിക്കുമ്പോൾ മതത്തിന് ഇതരമായ ഒന്നാണ് എന്ന ഒരു അവബോധം അറിയാതെ രൂപം കൊള്ളും. അപ്പോൾ മതേതരത്വത്തിൽ മതവിശ്വാസിക്കിടമില്ല എന്ന ഒരു ചിന്ത അറിയാതെ തന്നെ ഉൽപ്പാദിപ്പിച്ചെന്ന് വരാം. അതുകൊണ്ട് മതനിരപേക്ഷതയാണ് ശരിയായ മലയാള പരിഭാഷ എന്ന് EMS സൂചിപ്പിക്കുകയുണ്ടായി. ഈ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നത് കേവലം അർത്ഥം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ വ്യാകരണം നോക്കിക്കൊണ്ടൊന്നുമല്ല നമ്മൾ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നത്. അതിനൊരു രാഷ്ട്രീയമായ ഒരു ഉള്ളടക്കം ഉണ്ടാവും, പ്രത്യയശാസ്ത്രമായ ഉള്ളടക്കവും ഓരോ വാക്കുകളിൽ നിന്നും സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മതനിരപേക്ഷത അത് നമ്മുടെ നാടിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതനിരപേക്ഷത ഏറ്റവും പ്രധാനപ്പെട്ട മുന്നുപാധിയാണെന്ന് അടുത്തിടെ വിടവാങ്ങിയ പ്രശസ്തനായ ചരിത്രകാരൻ ഡോക്ടർ KN പണിക്കർ പല ഘട്ടങ്ങളിലും നിരീക്ഷിച്ചിട്ടുണ്ട്.
ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതനിരപേക്ഷത അനിവാര്യമായ മുന്നുപാധിയാണ്. കാരണം വ്യത്യസ്ത മതങ്ങൾ, ഓരോ മതത്തിനും അവരവരുടേതായ ഇടം ലഭിക്കുക, ഓരോ വിശ്വാസിക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ടാവുക, വിശ്വാസമില്ലാത്തവർക്ക് അങ്ങനെയും ജീവിക്കാനുള്ള അവകാശമുണ്ടാവുക. അങ്ങനെ വരുമ്പോഴാണ് എല്ലാവർക്കും തുല്യമായ രൂപത്തിൽ ജനാധിപത്യത്തിനകത്ത് ഇടപെടാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതനിരപേക്ഷത അനിവാര്യമായ മുന്നുപാധിയാണ്. എപ്പോഴാണോ ഒരു രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് മതരാഷ്ട്രത്തിലേക്ക് മാറുന്നത്, അതോടുകൂടി അല്ലെങ്കിൽ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ നിന്ന് മതരാഷ്ട്രത്തിലേക്ക് മാറുന്നത്, അതോടുകൂടി ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്കുള്ള യാത്ര പൂർണ്ണമാവുകയാണ്. കാരണം മതനിരപേക്ഷത നിലനിൽക്കുമ്പോഴാണ് ജനാധിപത്യത്തിനും നിലനിൽപ്പുള്ളൂ. മതനിരപേക്ഷതയിൽ നിന്ന് മതാത്മകതയിലേക്കോ മതരാഷ്ട്രത്തിലേക്കോ ഒരു രാജ്യം മാറുന്നു എന്നതിൻ്റെ അർത്ഥം ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്കുള്ള പ്രയാണം ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മതനിരപേക്ഷത യഥാർത്ഥത്തിൽ എന്താണ്? ഈ മതനിരപേക്ഷത ചിലരുടെ പറയില്ല സ്യൂഡോ സെക്കുലറിസമാണ് ഈ മതനിരപേക്ഷത. ഹിന്ദുത്വവാദികൾ എപ്പോഴും പ്രചരിപ്പിക്കും അതാണ്. മതനിരപേക്ഷതയെക്കുറിച്ച് പലതരത്തിലുള്ള നിർവചനങ്ങളുണ്ട്. നമ്മൾ പൊതുവെ സ്വീകരിക്കുന്ന നിർവചനം ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ എടുത്ത നിർവചനമാണ്. നിങ്ങൾക്ക് പരിചിതമായിരിക്കും. രണ്ടും രണ്ടായി നിൽക്കുക, ഭരണകൂടവും മതവും രണ്ടും നിൽക്കുക. മതം മതത്തിൻ്റെതായ ഇടങ്ങളിൽ, ഭരണകൂടം ഭരണകൂടത്തിൻ്റെതായ ഇടങ്ങളിൽ. മതം ഭരണത്തിൽ ഇടപെടാൻ പാടില്ല, ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഭരണകൂടം തിരിച്ചും മതത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ഇടപെടാൻ പാടില്ല. ഇതാണ് സാധാരണ സ്വീകരിക്കുന്ന, പാശ്ചാത്യമാണ് എന്ന് പലരും ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന മതനിരപേക്ഷതയുടെ നിർവചനം. എന്നാൽ മതനിരപേക്ഷത എന്ന വാക്ക്, സെക്കുലറിസം എന്ന വാക്ക് വരുമ്പോൾ 1851 പോളോക്ക് ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അന്നത്തെ അർത്ഥം കുറച്ചുകൂടി വിശാലായിരുന്നു. മതരഹിത ആത്മീയത അല്ലെങ്കിൽ ധാർമ്മികത. ഇതാണ് ആദ്യം ഈ വാക്ക് സെക്കുലറിസം എന്നുള്ള വാക്ക് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നുള്ളത് മതമില്ലാത്ത അല്ലെങ്കിൽ മതരഹിതമായിട്ടുള്ള ധാർമ്മികത, മൊറാലിറ്റി, റിലീജിയൻ ഇല്ലാത്ത മൊറാലിറ്റി, മതമില്ലാത്തയുള്ള ധാർമ്മികത. അതാണ് ആ വാക്കിൻ്റെ തുടക്കം. അതിന് മതമായി യാതൊരു ബന്ധമില്ല. മറ്റെല്ലാ തലങ്ങളിലും എങ്ങനെ ധാർമ്മികമായി നിലനിൽക്കാൻ കഴിയും? പ്രശസ്തനായ ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ പിതാവും, അദ്ദേഹത്തിൻ്റെ പിതാവും ചരിത്രകാരനായിരുന്നു, എൻ്റെ പിതാവും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഈ അർത്ഥത്തിലാണ്. മതത്തിന് ഇടമില്ലാത്ത ധാർമ്മികത അല്ലെങ്കിൽ ഒരു മതാതീതമായ ആത്മീയത, ഈ തരത്തിലായിരുന്നു ആ വാക്ക് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് മാറി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരഘട്ടത്തിൽ പിന്നെ ആധിപത്യം കിട്ടുന്നത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള നിർവചനവും അതിനോട് ചേർന്ന് എസ് രാധാകൃഷ്ണന്റെ വിശാലമായ ഒരു കാഴ്ചപ്പാടും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ആ കാഴ്ചപ്പാട് എല്ലാ മതങ്ങളോടും തുല്യമായ ദൂരവും എല്ലാ മതങ്ങളോടും തുല്യമായ അകലവും. ഇതാണ് എസ് രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാട്. മതനിരപേക്ഷത എന്നുള്ളത് എല്ലാ മതങ്ങളോടും തുല്യമായ ദൂരം, എല്ലാ മതങ്ങളോടും തുല്യമായ അകലം, എല്ലാവർക്കും ഒരേപോലെ അവസരം കൊടുക്കുക. ഈ കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാനൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഭരണഘടനയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഈ ആദ്യത്തെ വോട്ടെടുപ്പ് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് എങ്ങനെയായിരിക്കണം ഭരണഘടനയുടെ ആമുഖം തുടങ്ങേണ്ടത്? ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാണോ അതോ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണോ? അതിൽ ആ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പേരിലായിരിക്കണം ആമുഖം എന്ന ഭേദഗതി അവതരിപ്പിച്ച ശ്രീ കാമത്ത്, HV കാമത്ത്, അദ്ദേഹം ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു മതനിരപേക്ഷ രാഷ്ട്രം തന്നെയാണ്. പക്ഷെ ആ മതനിരപേക്ഷ രാഷ്ട്രം ദൈവരഹിത മതനിരപേക്ഷതയുമല്ല, മതരഹിത മതനിരപേക്ഷതയുമല്ല. ഇതാണ് കാമത്തിൻ്റെ ഭരണഘടനാ അസംബ്ലിയിലെ നിരീക്ഷണം. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്.
എന്നാൽ അത് ദൈവരഹിത മതനിരപേക്ഷ രാഷ്ട്രവുമല്ല, മതരഹിത മതനിരപേക്ഷ രാഷ്ട്രവുമല്ല. ദൈവത്തിനും ഇടമുണ്ട്, മതത്തിനും ഇടമുള്ള ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഈ കാഴ്ചപ്പാടിൻ്റെ ഒരു പരിമിതി പ്രൊഫസർ ഇർഫാൻ ഹബീബിനെ പോലെയുള്ളവർ പറയുന്നത്, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ അകലം തുല്യത എന്നൊക്കെയാണ് പ്രയോഗത്തിൽ അതൊരു ഭൂരിപക്ഷ മതത്തിൻ്റെ താല്പര്യങ്ങളുടെ ഒരു ഭാഗമായി മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ വാതിൽ തുറന്നിടുന്ന ഒരു നിർവചനമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നതെന്ന് പ്രൊഫസർ ഇർഫാൻ ഹബീബ് നിരീക്ഷിക്കുന്നുണ്ട്. അതുമാണ് അതിനുള്ള ഒരു പരിസരം ഒരുക്കിയതുമുള്ളതാണ്. അപ്പോൾ മതനിരപേക്ഷമായ സമൂഹം, അതിൽ ഈ 3 കാഴ്ചപ്പാട് ഇപ്പം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. ഒന്ന്, ഇതിൻ്റെ തുടക്കത്തിലുള്ള ഈ പദം വരുമ്പോഴുള്ള നിർവചനം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിർവചനം. 3, എസ് രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ ഉപയോഗിച്ചതും ഇപ്പം എല്ലാവരും കരുതുന്നതുമായ നിർവചനം. ഈ 3ാമത്തെ നിർവചനത്തിന് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പിന്നീട് വരികയുണ്ടായി. കാരണം ഹിന്ദു എന്നുള്ളത് തന്നെ ഉൾക്കൊള്ളലിൻ്റെതാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടെ ഉൾക്കൊള്ളാം, പക്ഷേ ഈ പൊതു താല്പര്യത്തിന് വിധേയമായിട്ടായിരിക്കണം എന്നൊരു ഹിന്ദുത്വ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിനും ഈ 3ാമത്തെ മതനിരപേക്ഷ നിർവചനത്തെ ഉപയോഗിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ വർഗീയതയ്ക്ക് ഒരു 100 വർഷത്തെയെങ്കിലും ചരിത്രമുണ്ടായിരിക്കും. വർഗീയത എന്നൊരു മനോഹരമായ പുസ്തകം ചിന്ത പുറത്തിറക്കിയിട്ടുണ്ട്. അത് BJP അധികാരത്തിൽ വന്നതിന് ശേഷം പ്രസാധനം അതിൻ്റെ വിതരണം തടസ്സപ്പെട്ട പുസ്തകമാണ് ബിപിൻ ചന്ദ്ര എഴുതിയിട്ടുള്ള കമ്മ്യൂണലിസം എന്ന പുസ്തകം. അപ്പോൾ അതിൽ ബിപിൻ ചന്ദ്ര പറയുന്നുണ്ട് 100 വർഷത്തെ ചരിത്രം എങ്കിലും ഉണ്ട് വർഗീയതയ്ക്ക്. ഇത് ഈ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് രാജ്യം വരുന്നതിന് ഏറെ മുമ്പ് എഴുതിയ പുസ്തകമാണ്. ഇപ്പോൾ മിക്കവാറും ഒരു 100-110 കോടി ജനങ്ങൾ BJPയുടെ ഭരണത്തിന് കീഴിലാണ് രാജ്യത്ത്. ആ ഒരവസ്ഥ വരുന്നതിന് മുൻപ് അതിൻ്റെ ഒരു ഘട്ടം വളരെ പ്രകടമായ സന്ദർഭത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. വർഗീയതയെക്കുറിച്ച് ബിപിൻ ചന്ദ്ര നേരത്തെ എൻ്റെ ഒരു നിർവചനം പറഞ്ഞു, മതത്തിൻ്റെ രാഷ്ട്രീയ പ്രയോഗമാണ്. വിശ്വാസം വ്യക്തിയുടെ ഒരു വ്യക്തിപരമായ പ്രശ്നമായിട്ടാണ് കാണുന്നത്. ആ വിശ്വാസി എന്ന നിലയിലുള്ള ഒരു സമൂഹമുണ്ട്, വിശ്വാസ സമൂഹമുണ്ട്. ആ സമൂഹത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ആ സമൂഹം നിൽക്കുന്നതെങ്കിൽ ആ സ്വത്വത്തെ, മതപരമായ സ്വത്വത്തെ, ഐഡന്റിറ്റിയെ രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് വർഗീയത ചെയ്യുന്നത്. വർഗീയതയെ ഡോക്ടർ ബിപിൻ ചന്ദ്ര പറയുന്നത്, വർഗീയത അതൊരു കമ്മ്യൂണിസം ഈസ് എൻ ഐഡിയോളജി, അതൊരു പ്രത്യയശാസ്ത്രമാണ്. പ്രത്യയശാസ്ത്രത്തെ വിശദീകരിക്കുന്നുണ്ട്, ഒരു വിശ്വാസ സംഹിതയാണ്. ഭരണവർഗത്തിൻ്റെ ദർശനമാണ് പ്രത്യയശാസ്ത്ര നിർവചനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബിപിൻ ചന്ദ്ര പറയുമ്പോൾ ഒരു വിശ്വാസ സംഹിതയാണ്, ഒരു സംവിധാനത്തെ നിലനിർത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വിശ്വാസ സംഹിതയാണ്, അല്ലെങ്കിൽ ദർശന സംഹിതയാണ് പ്രത്യയശാസ്ത്രം എന്നുള്ളത്. അപ്പോൾ വർഗീയതയെ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ മനസ്സിലാക്കുന്നതിൽ ഉണ്ടായ പോരായ്മകളാണ് ആദ്യ ഭാഗത്ത് ബിപിൻ ചന്ദ്ര ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ പലരും കരുതിയിരുന്നത് സ്വാതന്ത്ര്യ സമരം, ഹിന്ദു ക്രിസ്ത്യൻ യോജിപ്പുകൾ, ഐക്യം, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ മുന്നേറ്റങ്ങൾ, അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും മതനിരപേക്ഷമായ ഒരു ഉള്ളടക്കം ശക്തിപ്പെടും, അത് വർഗീയതയെ ദുർബലപ്പെടുത്തും. ഇതായിരുന്നു ഒരു ഭാഗത്തിൻ്റെ കാഴ്ചപ്പാട്. നെഹ്റു ഉൾപ്പെടെയുള്ളവരുടെയും കാഴ്ചപ്പാട് അതായിരുന്നു. ആ രൂപത്തിൽ ഇത് മാറ്റി തീർക്കാൻ കഴിയും എന്നാണ് കണ്ടിരുന്നത്. ഇടതുപക്ഷക്കാർ, വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റുകാർ, അവരുടെ കാഴ്ചപ്പാട് വർഗസമരത്തിലൂടെയും സാമൂഹ്യമായ വിമോചനങ്ങൾക്ക് വേണ്ടിയുള്ള, അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള പോരാട്ടത്തിലൂടെയും വർഗീയമായ ഉള്ളടക്കത്തെ മറികടക്കാൻ കഴിയും. ഈ കാഴ്ചപ്പാടാണ് പൊതുവെ അന്നുണ്ടായിരുന്നതെന്ന് ബിപിൻ ചന്ദ്ര വിമർശനാത്മകമായി വിലയിരുത്തുന്നുണ്ട്.
അതുകൊണ്ട് മാത്രം മറികടക്കാൻ കഴിയുന്ന ലളിതമായ ഒന്നല്ല വർഗീയത എന്നാണ് ബിപിൻ ചന്ദ്ര ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം നമ്മളും ഇന്ന് വളരെ ശ്രദ്ധേയമായി നോക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു നൂറ്റാണ്ട് കൊണ്ടാണ് വർഗീയത ഈ രൂപത്തിൽ ആധിപത്യത്തിലേക്ക് എത്തിയത്. ഒരു 10-15 വർഷം മുമ്പുള്ള എഴുത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വർഗീയതക്കെതിരെയുള്ള പ്രവർത്തനവും ദൈർഘ്യമേറിയ ഒന്നായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മതനിരപേക്ഷ സെമിനാർ, ഒരു വർഗീയ വിരുദ്ധ സെമിനാർ, ഒരു സാംസ്കാരികമായ ഒത്തുചേരലുകൾ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായി ലളിതമായി നമുക്ക് മറികടക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല വർഗീയത. വർഗീയത ചെറുത്തു തോൽപ്പിക്കാൻ ദൈർഘ്യമേറിയ ഒരു സമരം അനിവാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി വേണം ഈ പ്രക്രിയക്കകത്ത് ഇടപെടാൻ എന്നാണ് ബിപിൻ ചന്ദ്ര നമ്മളോട് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഭാഗം എന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് വളരെ പ്രസക്തം കൂടിയാണ്. പലതരത്തിലാണ് ഈ പ്രത്യയശാസ്ത്ര പരിസരം വർഗീയത ശക്തിപ്പെടുത്തുന്നത്. അതിന് ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യവും സാംസ്കാരികവും സാമ്പത്തികവുമായ പരിസരം ഇന്ത്യക്കകത്തുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഭാഗം. സാമൂഹ്യ പരിസരം നമുക്ക് എല്ലാവർക്കും അറിയാം. ജാതി, മതം, വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഇത് വല്ലാതെ രൂഢമൂലമായിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയുടേത്. സയന്റിഫിക് ടെമ്പർ എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട് എങ്കിലും അത് പൗരന്റെ ഒരു പ്രാഥമികമായ മൗലികമായ കടമകളായി ഭരണഘടന നിർവചിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരു വിശ്വാസത്തിന് നല്ല ആധിപത്യമുള്ള സമൂഹമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ വിശ്വാസം വർഗീയതയിലേക്ക് തിരിയാതിരിക്കുക. വിശ്വാസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസിയുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒരു 2000 പ്രഭാഷണങ്ങളിൽ അന്ന് 10 വിദ്യാർത്ഥി ഒക്കെ ഒഴിയുന്ന സമയത്ത് അന്ന് പറഞ്ഞിരുന്ന കാര്യം ഇപ്പോഴും ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്നും പ്രസക്തമാണ്. മഹാത്മാഗാന്ധി കൊല്ലപ്പെടുമ്പോൾ ഉരുവിടുന്നത് ഹേ റാം എന്നാണ്. ഗോഡ്സെ വിളിക്കുന്നതും ജയ് റാം എന്നാണ്. ഇത് 2 രാമനാണ്. ഇപ്പോ വിശ്വാസിക്ക് ഒരു രാമനുണ്ട്. അത് അസ്വസ്ഥതകളിൽ ആശ്വാസത്തിന്റെ ആത്മരത്തണലേകുന്ന പ്രതീകങ്ങളാണ്. വർഗീയവാദി ഈ വിശ്വാസത്തെ അധികാരം പിടിച്ചെടുക്കുന്നതിനുള്ള ഉപകരണമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊരു ലോലമായ തലമാണ്. അങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും ചെരിയാൻ പോകുന്ന ഒരു ഇടമാണ്. അത് ഏത് വിശ്വാസമാകാം. ആ വിശ്വാസത്തെ ഉപയോഗിക്കാൻ വർഗീയവാദിക്ക് എളുപ്പത്തിൽ കഴിയുന്നു. അത് ഈ സാമൂഹ്യമായിട്ടുള്ള അന്തരീക്ഷം അതിനൊരു പശ്ചാത്തലം ഒരുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഒറ്റ മതം എന്ന രൂപത്തിലല്ല ഹിന്ദു നിൽക്കുന്നതെന്നറിയാം. നമ്മൾ ഈ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചിലർ സൂചിപ്പിക്കാറുണ്ട്, ഹിന്ദുത്വ എന്ന് പറയുന്നതിന് പകരം വർഗീയ ഹിന്ദുത്വ എന്നൊക്കെ. ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് എതിരാണ് നിങ്ങൾ എന്ന് ആളുകൾ കരുതി പോകില്ലേ എന്ന് പലപ്പോഴും, ഇവിടെ മാത്രമല്ല പല പ്രമേയങ്ങളും രൂപം നൽകുമ്പോൾ അതിന് വരുന്ന ഭേദഗതിയിൽ പോലും ഇത് വരാറുണ്ട്. ഈ ഹിന്ദുത്വ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഹിന്ദുക്കൾക്കൊക്കെ നിങ്ങൾ എതിരാണെന്ന് തോന്നിപ്പോകില്ലേ? പക്ഷെ ഹിന്ദുത്വ ഒരു രാഷ്ട്രീയ പദമാണ്. അത് സവർക്കറാണ് അത് പ്രയോഗിക്കുന്നത് ആദ്യമായി. ഹിന്ദുത്വ ഒരു ഹിന്ദു രണ്ട് വ്യത്യസ്തവാക്കുകളാണ്. എന്നാൽ ചിലപ്പോ നമുക്ക് ആ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാമെങ്കിലും അങ്ങനെയല്ല പൊതുസമൂഹത്തിൽ ഇത് കണക്കിലെടുക്കുമ്പോഴെങ്കിൽ വേണമെങ്കിൽ ഒരു അഡീഷണൽ വിശേഷം ചേർത്താലും പ്രത്യയശാസ്ത്രപരമായി വെള്ളം ചേർക്കലൊന്നും സംഭവിക്കില്ല. പക്ഷെ ഹിന്ദുത്വ എന്ന വാക്ക് തന്നെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒന്നാണ്. അത് ഹിന്ദു എന്നതിൻ്റെ രാഷ്ട്രീയ പ്രയോഗം തന്നെയാണ്. അതിൻ്റെ വർഗീയ പ്രയോഗമാണ് ഹിന്ദുത്വ എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഹിന്ദു അതിനകത്ത് പല അവാന്തര വിഭാഗങ്ങൾ, ഹിൻഡസ്, നമുക്ക് ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, പദത്തിൻ്റെ ഉൽപ്പത്തിയിലേക്ക്. ഇവിടെ ഒരു പ്രശ്നം നാം കാണേണ്ടത്, ഇന്ന് ഇന്ത്യൻ സമൂഹത്തിലും കേരളീയ സമൂഹത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സ്വത്ത രാഷ്ട്രീയം ഹിന്ദുത്വയ്ക്ക് അനുകൂലമായ ഒരു പരിസരം രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്.
ഇതിൽ ഈ സ്വത്ത രാഷ്ട്രീയം, സ്വത്വബോധം, ഇത് രണ്ടാണ്. നിങ്ങൾ ഈ സ്വത്ത രാഷ്ട്രീയത്തിനെതിരെ, അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ എതിരാണോ? ഒരു കാര്യം ശരിയാണ്, ഇത്തരത്തിലുള്ള സ്വത്ത പ്രശ്നത്തെ മനസ്സിലാക്കി സാമൂഹ്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിൽ ഇടതുപക്ഷത്തിന്, വിശിഷ്യ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ രാജ്യത്ത് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ പോരായ്മ സ്വാഭാവികമായി വന്നതല്ല. ഈ വർഗ സമരം ശക്തിപ്പെടുന്നു, സാമൂഹ്യ വ്യവസ്ഥ മാറും. അങ്ങനെ മാറുന്നതോടുകൂടി തന്നെ ഈ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു തെറ്റായ ധാരണയുടെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളതാണ്. ഒരു തൊഴിലാളി എന്ന നിലയിൽ ഒരു ചൂഷണം നേരിടുമ്പോൾ ഒരു ദളിത് തൊഴിലാളി, അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ തൊഴിലാളിയാകാം, അല്ലെങ്കിൽ ഒരു സ്ത്രീ തൊഴിലാളിയാകാം, അവർ സാമൂഹ്യമായ വിവേചനത്തെയോ ലിംഗപരമായ വിവേചനത്തെയോ കൂടി അധികമായി നേരിടുന്നുണ്ട്. ഇതാദ്യം തൊഴിലാളി വർഗ പ്രസ്ഥാനം അങ്ങനെ കണ്ടിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് ചൂഷണം എന്നുള്ളത് സാമ്പത്തികമായിട്ടുള്ളതാണ്. ആ ചൂഷണത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതോടെ മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് വിശകലനങ്ങളിലേക്ക് ചുരുങ്ങിയുമുള്ളതാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ പ്രകാശ് കാരാട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, ജാതി എന്നുള്ളത് തന്നെ വർഗത്തിന്റെ ഒരു ആദ്യ തലമാണ്, ഒരു പ്രാഥമിക തലമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ പ്രശ്നമുണ്ട്. ഇപ്പൊ സാമൂഹ്യം, ഒരു ദളിത് തൊഴിലാളി മറ്റൊരു തൊഴിലാളി നേരിടുന്നത് പോലെ സാമ്പത്തിക ചൂഷണം നേരിടുന്നു, അല്ലെങ്കിൽ സാമൂഹ്യമായ വിവേചനം നേരിടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ഏതൊരു തൊഴിലാളിയെ പോലെ തന്നെ സാമ്പത്തികമായ ചൂഷണത്തെ നേരിടുന്നുണ്ട്. എന്നാൽ അത്തരം സാമൂഹ്യ വിവേചനം അഭിമുഖീകരിക്കാത്ത വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളിയിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹ്യമായ വിവേചനമോ അടിച്ചമർത്തലോ ഈ തൊഴിലാളി അധികമായി അനുഭവിക്കുന്നുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളും ഏറ്റെടുക്കാൻ തൊഴിലാളി വർഗത്തിന് കഴിയുന്നുണ്ടോ? ഇത് ഈ സ്വത്ത രാഷ്ട്രീയത്തിന് ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കുറെ കൂടി ഉയർന്ന ഒരു ഉത്തരവാദിത്വമാണ്. ഈ രണ്ട് പ്രശ്നങ്ങളും തൊഴിലാളി വർഗ രാഷ്ട്രീയം ഏറ്റെടുക്കേണ്ടതുണ്ട്. സാമൂഹ്യമായ വിവേചനത്തിനെതിരെയുള്ള പോരാട്ടവും സാമ്പത്തികമായ ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടത്തെയും ഒരേപോലെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്തിന്റെ ഉത്തരവാദിത്വം ശരിയായി നിർവചിക്കാൻ കഴിയുകയുള്ളൂ. അതിൽ ഇന്നലകളിൽ ഉണ്ടായ പോരായ്മകൾ പരിഹരിച്ചു കൊണ്ടുവേണം ഇന്നിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ. ഇപ്പോൾ തന്നെയാണ് സ്ത്രീ എന്ന നില. ഇപ്പോ വീട്ടിലെ സ്ത്രീയുടെ ശമ്പളം നിശ്ചയിച്ചല്ലോ സുപ്രീം കോടതി, 30,000 രൂപ എന്നുള്ളതും അത് 10% വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്തായാലും നല്ല വിധിന്യായമാണ് അത്, നിർണയിക്കപ്പെട്ട നല്ലൊരു വിധിന്യായം തന്നെയാണ്. സ്ത്രീ എന്ന നിലയിൽ അനുഭവിക്കുന്ന ലിംഗപരമായിട്ട് വിവേചനങ്ങൾ, ലിംഗപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതും ഈ വർഗ പ്രശ്നം കൊണ്ട് സമത്വത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രശ്നം സ്വാഭാവികമായും പരിഹരിക്കപ്പെടും. അതാണല്ലോ പ്രത്യേകമായി നമ്മൾ അതിനകത്ത് അധികം ഊർജം കളയേണ്ടതില്ലല്ലോ എന്ന ചിന്ത ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോ അത് കുറച്ചു കാലമായി അത് തെറ്റായിരുന്നു. ഈ പ്രശ്നവും തൊഴിലാളി വർഗ പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്. സ്വത്വബോധം തെറ്റായ ഒന്നല്ല. സ്വത്ത രാഷ്ട്രീയം എന്നുള്ളത് ഇതിന്റെ തെറ്റായ പ്രയോഗമാണ്. സ്വത്വബോധം ഇപ്പോ ദളിത് എന്ന നിലയിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ടാകാം, ന്യൂനപക്ഷം, മതം, ഇപ്പൊ ഒരു പ്രശ്നം മതമാണ്. രണ്ട് വ്യതിയാനങ്ങൾ വരാം. മതം ഒരു പ്രശ്നമേ അല്ല എന്ന് ഇന്ത്യയിൽ പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഐഡന്റിറ്റി ഒരു പ്രശ്നം തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയിൽ. എന്നാൽ മതം മാത്രമാണ് പ്രശ്നമെന്നും അതുകൊണ്ട് മതപരമായി തന്നെ സംഘടിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് തെറ്റായ വ്യാഖ്യാനാണ്. ചിലർ പറയും ഇത് മൊത്തം മതം എന്നുള്ള അത് നമ്മൾ കാണേണ്ടതില്ല എന്ന് പറയുന്നതും തെറ്റാണ്. മതത്തിന്റെ പേരിൽ സംഘടിച്ചുകൊണ്ട് മാത്രമേ മതപരമായ ഇത്തരം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയൂ എന്ന അതിന്റെ മറ്റൊരു എക്സ്ട്രീമും ഇത് രണ്ടും തെറ്റാണ്. മതം ഇന്നത്തെ ഇന്ത്യയിൽ ന്യൂനപക്ഷം എന്ന നിലയിലുള്ള ഒരു വിവേചനത്തെ ഭയാനകമായ രൂപത്തിൽ നേരിടുന്നുണ്ട്. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാകാം, അവരുടെ പൗരത്വത്തിന്റെ പ്രശ്നമാകാം, അവരുടെ ജീവിത രീതികൾ പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാകാം.
അവർക്ക് തുല്യ അവകാശത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ഇതില്ലാതാകുന്ന ഭീഷണിയുടെ പ്രശ്നമാകാം. അത് നേരിടുന്നുണ്ട് ഇന്നത്തെ ഇന്ത്യയിൽ എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന് പരിഹാരം ഈ സ്വത്വ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം, ഒരു സ്വത്വത്തിന്റെ പ്രശ്നം ആ സ്വത്വത്തിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സ്വത്വപരമായി തന്നെ സംഘടിച്ചുകൊണ്ട് അവർക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. വലിയ ഈ ഉത്തരാധുനികരെല്ലാം പറയുന്ന വലിയ ആഖ്യാനങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. മാർക്സിസം, മറ്റ് സോഷ്യലിസം, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾക്കൊന്നും പ്രസക്തിയില്ല. ചെറിയ ചെറിയ കൂട്ടായ്മകൾ, ചെറിയ ചെറിയ സംവിധാനങ്ങൾ, അതിലൂടെ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഒരു വിഭജനത്തിൻ്റെതാണ്. ന്യൂനപക്ഷം എത്ര സംഘടിച്ചാലും ഭൂരിപക്ഷമാവില്ല, ന്യൂനപക്ഷം തന്നെയായിരിക്കും. ന്യൂനപക്ഷം എന്ന നിലയിൽ മാത്രം സംഘടിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പ്രചരിപ്പിക്കുന്നത് ഭൂരിപക്ഷത്തിനകത്തുള്ള മതനിരപേക്ഷവാദികളിലും വർഗീയ ചിന്ത ശക്തിപ്പെടുത്താൻ ഇടയാക്കും. ന്യൂനപക്ഷവും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മതനിരപേക്ഷ വിഭാഗവും ചേർന്നുള്ള വിശാലമായ പ്രവർത്തനം കൊണ്ട് മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഈ സ്വത്വം എന്നാൽ വർഗീയ രാഷ്ട്രീയം സ്വത്വ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നു. അത് ദളിതാകാം, ഉപജാതികളാകാം, അതിനേക്കാളും സബ് ആയിട്ടുള്ള വീണ്ടും ഉപജാതികളാകാം. ഇങ്ങനെ ജാതീയമായി ഭിന്നിപ്പിച്ച് വർഗീയമായി സംഘടിപ്പിക്കുക, ഇതാണ് ഇന്ന് ഹിന്ദുത്വ ഉപയോഗിക്കുന്ന രീതി. ജാതീയമായി ഭിന്നിപ്പിച്ചുകൊണ്ട് വർഗീയമായിട്ട് സംഘടിപ്പിക്കുക എന്നുള്ള രീതിയിലൂടെയാണ് ഒരു പരിസരം BJP സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം അങ്ങനെയാണ് ഈ വർഗീയ വൽക്കരണത്തിലേക്ക് അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. രണ്ട്, സാമ്പത്തികം. ഞാൻ പറഞ്ഞു, ഇന്ത്യ ഇതിന് പറ്റുന്ന സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പരിസരമായി മാറി, ഭൂമികയായി മാറിയിട്ടുണ്ട്. സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്നു. തൊഴിലില്ലായ്മ ശക്തിപ്പെടുന്നു, എല്ലാ വിഭാഗങ്ങളുടെയും വരുമാനം ഇടിയുന്നു. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് തൊഴിൽ കിട്ടുന്നില്ല? അത് ഇയാൾക്ക് സംവരണം കിട്ടിയോണ്ടാണ്, ഇവർക്കിത് കിട്ടിയോണ്ടാണ്, മറ്റയാൾ കിട്ടിയോണ്ടാണ്, ഇങ്ങനെയുള്ള പ്രചാര വേലകൾക്ക്. അപ്പൊ അസംതൃപ്തിയെ അടിസ്ഥാനം എന്താണ് എന്ന് കണ്ടെത്തി അതിനെതിരെയുള്ള പ്രതിരോധമായി മാറ്റേണ്ടതിന് പകരം വൈരത്തിൻ്റെതായ മറ്റൊരാൾ തൻ്റെ അവസരം തട്ടിയെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് തനിക്ക് ഇത് നഷ്ടപ്പെട്ടത് എന്ന ഒരു ചിന്ത ഈ വിഭജനത്തിൻ്റെതായ രാഷ്ട്രീയം വഴി രൂപപ്പെടുത്താനായിട്ട് കഴിയുന്നു. അങ്ങനെ ഒരു സാമ്പത്തികമായ നമ്മുടെ ഇപ്പോഴത്തെ കുറെ കാലമായി നിൽക്കുന്ന രീതികൾ അതിന് സഹായകരമാണ്. അതിനോട് ചേർന്ന് ഇന്ത്യ സ്വീകരിച്ച വികസന പാത, അത് ഇപ്പോൾ എൻ്റെ ചില പ്രഭാഷണങ്ങൾ നിങ്ങൾക്കറിയാം, വാട്സപ്പിൽ വളരെ ഓടിക്കൊണ്ടിരിക്കുന്ന വാക്കുകളുണ്ടല്ലോ. ഇപ്പോൾ ഭൂപരിഷ്കരണം എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഭൂപരിഷ്കരണം കൊടുക്കാമോ? മാർക്സിന്റെ മാനിഫെസ്റ്റോകൾ വായിച്ചിട്ടുണ്ടറിയാം. മാർക്സ് മനോഹരമായി പറയുന്നുണ്ട്, മുതലാളിത്തമാണ് ഏറ്റവും വിപ്ലവകരമായി, നാളിതുവരെയുള്ള സാമൂഹിക വ്യവസ്ഥകളിൽ ഏറ്റവും വിപ്ലവകരമായ ദൗത്യം നിർവഹിച്ചിട്ടുള്ള മുതലാളിത്തമാണ്. അപ്പോൾ മാർക്സ് ഒരു മുതലാളിത്തത്തിൻ്റെ ആളാണോ എന്ന് വേണ്ടി ചിന്തിച്ചു വരാം. നമ്മൾ ഈ ഇത് വരുന്ന മറ്റേ യൂട്യൂബും ഇതൊക്കെ വരുന്നതിന് മുമ്പേ കോവിഡ് കാലത്ത് നടത്തിയ പ്രഭാഷണമാണത്. അപ്പം അതിലെന്താ ഈ യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റോ മാർക്സ് പറയുന്നുണ്ട്. എന്താണ് കമ്മ്യൂണിസത്തിന്റെ ഒറ്റ വാക്കി പറയുക? സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കൽ. എന്താണ് വായിച്ചവർക്കറിയാം. ഫ്യൂഡലിസത്തിൽ ഭൂപരിഷ്കരണം ഇല്ല. ഭൂപരിഷ്കരണം വരുന്നത് മുതലാളിത്തത്തിൻ്റെതാണ്. എന്നാൽ അതോടൊരു പിന്തിരിപ്പനല്ല, പുരോഗമനമാണ്. അതുകൊണ്ടാണ് EMS 1957 ഏപ്രിൽ 5 ചുമതലയെടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, കോൺഗ്രസ് നടപ്പിലാക്കേണ്ടതും എന്നാൽ കോൺഗ്രസ് നടപ്പിലാക്കാൻ തയ്യാറാകാത്തതുമായ നല്ല കാര്യങ്ങൾ നടപ്പിലാക്കാനായിരിക്കും എൻ്റെ സർക്കാർ ശ്രമിക്കുക. എൻ്റെ സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് സമുദായം സൃഷ്ടിക്കുന്നതിനുള്ള സർക്കാരായിരിക്കുകയില്ല. ഇതാണ് EMS പറയുന്നത്. കാരണം ഇത് നമുക്ക് സായിബാബയുടെയോ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതൊന്നല്ല, ഒരു പ്രോസസ്സാണല്ലോ, അതിലേക്ക് എത്തണ്ടേ. അപ്പോൾ ഫ്യൂഡലിസം ജന്മിയുടെയാണ്. അതിൽ നിന്ന് ഭൂമി വിതരണം ചെയ്യുന്നത് മുതലാളിത്തത്തിന്റെ വരവോടുകൂടിയാണ്.
ആ മാറ്റം പ്രോഗ്രസീവാണ്. നമ്മൾ ഒന്നിനെ വിലയിരുത്തുന്നത് അതിന് മുമ്പുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ പിന്നെ സോവിയറ്റ് യൂണിയൻ വന്ന നേരെ ഭൂപരിഷ്കരണമല്ല, അതെല്ലാം ഉൽപാദന ഉപാധികളുടെ പൊതു ഉടമസ്ഥതയിലേക്ക് വരും. ഇതിപ്പോഴത്തെ പ്രശ്നത്തിൽ ഇപ്പം നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. ഇത് അന്ന് ക്ലാസ് ആയിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വളരെ നന്നായി മനസ്സിലായിരുന്നുള്ളൂ. ഇപ്പോൾ ഇയാളെന്താ പറയുന്നത്, ഇന്നും മനസ്സിലാകുന്നില്ലെന്ന് നീട്ടി ഇത് ചുരുക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുതലാളിത്തം, അതുപോലെ വിദ്യാഭ്യാസം മുതലാളിത്തത്തിൻ്റെത്. അതെന്ന് വെച്ചാൽ മുതലാളിത്തത്തിന് മുൻപുള്ള സാമൂഹ്യ വ്യവസ്ഥ ഫ്യൂഡലിസത്തിൽ തിയറിയും പ്രാക്ടീസും ഒന്നുമില്ല. അപ്പം മുതലാളിത്തത്തിന്റെ പ്രത്യേകത സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളി ഉൽപാദനത്തിന്റെ അനിവാര്യമായ മുന്നുപാധിയാണ്. ഇതാണ് മാർക്സിന്റെ പ്രയോഗം. അനിവാര്യമാണെന്നാണ്, ആവശ്യമൊന്നുമല്ല, അതില്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് ഈ തൊഴിൽ പരിശീലിപ്പിക്കേണ്ടത് മുതലാളിത്തത്തിന് ആവശ്യമാണ്. പക്ഷെ അത് പുരോഗമനപരമാണ്. അല്ലാണ്ട് മുതലാളിത്തം കൊണ്ടുവന്നു അതുകൊണ്ട് ഇപ്പൊ ഭൂമി കൊടുക്കാൻ പാടില്ല, മുതലാളിത്തം കൊണ്ടുവന്നു അതുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതെന്നാണ് നമ്മളുടെ വ്യാഖ്യാനം വരാൻ. ഈ ചരിത്രഘട്ടം എങ്ങനെയാണ്? അപ്പോ ഇന്ത്യയിലെ പ്രത്യേകത നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇന്ത്യയിലെ മുതലാളിത്ത വളർച്ച എന്നുള്ളത് ഈ ഫ്യൂഡലിസവുമായി സന്ധി ചെയ്തുകൊണ്ടാണ്. ആ സന്ധി ചെയ്യലിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പിന്നീടുള്ള ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. അതിലൊന്ന് അവൻ്റെ സാംസ്കാരികമായ മേൽക്കുര, ജാതിയുടെയും മതത്തിൻ്റെതുമായ ഒരു സാംസ്കാരിക മേൽക്കുര നിൽക്കും. പിന്നെ ഇടതുപക്ഷ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിനും ഉണ്ടായിരുന്ന ഒരു പാളിച്ച ഈ അടിത്തറ മേൽക്കുര ബന്ധത്തെ സംബന്ധിച്ച്. അതാണ് സാംസ്കാരികമായി പരിസരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അടിത്തറ മാറുന്നതോടുകൂടി മേൽക്കുരയും അതോടുകൂടി മാറും എന്ന ഒരു ലളിത യുക്തി ഒരു കാലത്ത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ബാധിച്ചു. അടിത്തറ മേൽക്കുരയെ നിർണയിക്കുന്നതോടൊപ്പം തന്നെ മേൽക്കുര അടിത്തറയെ സ്വാധീനിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് തിരിച്ചും സ്വാധീനിക്കും. അതിലൊന്നാണ് ഓരോ കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെ ചരിത്രത്തെ വായിച്ചെടുക്കാം, അന്നത്തെ കാലത്തെ എങ്ങനെ വായിച്ചെടുക്കാം. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരികമായ ഒരു പരിസരം വർഗീയതയുടെ വളർച്ചയ്ക്ക് ഇന്ത്യയിലുണ്ട് എന്ന് കാണണം. അത് സമർത്ഥമായി ഉപയോഗിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അതാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഈ വർഗീയതയെ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ കണ്ട് സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ വലിയ പ്രതിരോധം തീർക്കുന്നതിലുണ്ടായ പാളിച്ചകളും, ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒരു കലാപം വന്നു, ഉടൻ തന്നെ ഒരു മതനിരപേക്ഷ കൂടിച്ചേരൽ, അതോടുകൂടി അത് അവസാനിച്ചു എന്ന ചുരുക്കലുകളുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വർഗീയതയുടെ വളർച്ചയ്ക്ക് വല്ലാത്ത സഹായം ചെയ്തതെന്ന് ബിപിൻ ചന്ദ്ര വിമർശനാത്മകമായി ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നു. അത് കുറച്ച് ശരി കൂടിയാണ് എന്ന് നമ്മൾ കാണണം. ഇന്ന് നമ്മൾ നേരിടുന്ന ഭീഷണി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറെ കൂടി ശക്തിപ്പെട്ടു. ഇപ്പോൾ ബംഗാൾ നിങ്ങൾ നോക്കും. ബംഗാൾ 1952 ആദ്യത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യയിൽ ഹിന്ദുത്വ ശക്തികൾക്ക് 10 സീറ്റ് ഉണ്ടായിരുന്നു. ചിലർ പറയാ ഈ VP സിംഗിന്റെ ഗവൺമെന്റിനെ BJPയും ഇടതുപക്ഷവും പുറത്തുമെന്ന് പിന്തുണച്ചത് കൊണ്ട് മാത്രമാണ് 2 സീറ്റ് ഉണ്ടായിരുന്ന BJP അധികാരത്തിലേക്ക് എത്തിയെന്ന വളരെ ലളിതയുക്തി നമ്മുടെ പൊതുബോധത്തിൽ നന്നായി വേരോടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുമ്പോൾ 2 സീറ്റല്ല, 85 സീറ്റാണ്. 85 സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റിന് പിന്തുണ ആർക്കെങ്കിലും വേണം. 85 സീറ്റ് ഉള്ളപ്പോഴാണ് പിന്തുണ. അതിനു മുൻപ് ഒന്നിച്ചാരും മത്സരിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. 52 തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് ഉണ്ടായിരുന്നു. ജനസംഘം, ഹിന്ദു മഹാസഭ, രാമസഭയുടെ പേരിലുള്ള പാർട്ടി എല്ലാം ചേർന്ന് 10 സീറ്റ് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു അതിന്റെ നേതാവ്. ആ 10ൽ 3 സീറ്റ് വന്ന സംസ്ഥാനത്തിന്റെ പേര് പശ്ചിമ ബംഗാൾ എന്നാണ്. ബംഗാൾ വിഭജനത്തിന് ശേഷം വിഭജനത്തിന് മുൻപ് ശേഷവും വല്ലാത്ത ധ്രുവീകരണം നടന്ന ഒരിടമാണ്. ഈ ധ്രുവീകരണത്തിൽ ഭാഗമായി വർഗീയതയ്ക്ക് നല്ല സ്വാധീനമുണ്ടായി. ഹിന്ദുത്വ അന്നത്തെ ഈ വിഭജനത്തിന് ശേഷം വന്ന ഹിന്ദുത്വയുടെ ഒരു ശക്തിപ്പെടൽ 3 സീറ്റ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടി. 67ൽ 35 സീറ്റുണ്ട് ഇന്ത്യയിൽ ജനസംഘത്തിന്. അതാണ് ഏറ്റവും ഉയർന്ന സീറ്റ്. 2 അല്ല, 35 സീറ്റ് ജനസംഘത്തിനുണ്ട്. പിന്നെ ജനസംഘം ജനതാ പാർട്ടിയുടെ ലയിച്ചു, അടിയന്തരാവസ്ഥക്കെതിരെ ഉള്ളെന്ന്. പിന്നെ അവരിൽ നിന്ന് പുറത്തു കിടന്ന് BJPയിലേക്ക് വന്നു. BJPയിൽ വന്നപ്പോഴാണ് ആദ്യത്തെ 2 സീറ്റ് പിന്നെ 85ലേക്ക് മാറുന്നത്.
ഈ 3 സീറ്റ് 52 കിട്ടിയ വർഗീയ രാഷ്ട്രീയത്തെ അതിൽ നിന്ന് വിമുക്തമാകുന്ന ഒന്നായി ബംഗാളിനെ മാറ്റി തീർക്കുന്നതിൽ ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ചരിത്രപരമായി പങ്കുവഹിച്ചിട്ടുണ്ട്. പിന്നീട് വർഗീയ ശക്തികൾക്ക് 2 തരത്തിലും മൈനോറിറ്റി ആകാം, മെജോറിറ്റി ആകാം, 2 വർഗീയ ശക്തികൾക്കും അവിടെ ഒരു ഇടമുണ്ടായിരുന്നില്ല. ആ ഇടമില്ലാതെ പോയത് പുരോഗമന മതനിരപേക്ഷ തുടർച്ചയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വികാസത്തിന്റെ ഭാഗമായി കൊണ്ടാണ്. ആ വികാസത്തിലേക്ക് നയിച്ച പോരാട്ടങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ ഭാഗമായി കൊണ്ടാണ് ബംഗാളിന്റെ പരിസരം മാറിയത്. ബംഗാൾ പുരോഗമന രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി, ഇന്ത്യയുടെ മതനിരപേക്ഷ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭൂമികയായി മാറിയെന്ന് കാണണം. ഇപ്പൊ ബംഗാൾ അതേ BJPക്ക് 3-2 ഭൂരിപക്ഷമുള്ള ഒന്നായി മാറി. ഇടതുപക്ഷത്തിന്റെ തകർച്ചയോടുകൂടി ബംഗാളിൽ വർഗീയ ധ്രുവീകരണം ശക്തിപ്പെട്ടു. അധികാരത്തിൽ വന്ന മമത വർഗീയ ധ്രുവീകരണത്തിലുള്ള പരിസരം ഒരുക്കി. ഈ വർഗീയതയെ നമ്മൾ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ കാണുമ്പോൾ അതിനകത്തുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഭാഗം, ഇത് അണഞ്ഞു നമ്മൾ ജയിച്ചു എന്നൊക്കെ കരുതി നിൽക്കുമ്പോഴും പലതരത്തിൽ വളരാനുള്ള ഇടങ്ങൾ സമൂഹത്തിലുണ്ടാവും. ആ ഇടം അതിന് പറ്റുന്ന ഒന്നായി മാറുമ്പോൾ പെട്ടെന്നൊന്ന് ആളാൻ തുടങ്ങും. ഇതിനെ നാം കരുതുന്നതിനേക്കാൾ വേഗതയിലായിരിക്കും ഈ വളർച്ച ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ അത് മനസ്സിലാക്കി തന്നെയുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമാണ്. ആ പ്രവർത്തനങ്ങൾ അന്ന് അത്ര പോരായ്മകൾ ഈ സാംസ്കാരിക തലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പൊതുബോധത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് പിന്നീട് ഇപ്പൊ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ. അപ്പൊ അതാണ് ബംഗാളിന്റെ ഒരു ഉദാഹരണമായി പറഞ്ഞത്. നേരത്തെ ഉള്ളൊരു ധാരണ, അപ്പോ ഡോക്ടർ പ്രഭാത് പട്നായിക് വളരെ നേരത്തെ വർഗീയതയെ സംബന്ധിച്ച് എഴുതിയ ഒരു ലേഖനത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, BT രണദേവിയെ അനുസ്മരിക്കുന്നുണ്ട്. BT രണദേവിയെ അനുസ്മരിക്കുമ്പോൾ ഡോക്ടർ പ്രഭാത് പട്നായിക് രണദേവിയുടെ ഒരു ലേഖനത്തിന്റെ ഭാഗം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുംബൈ ശക്തമായ തൊഴിലാളി പണിമുടക്കങ്ങൾ നടക്കുമായിരുന്നു. ആ തൊഴിലാളി പണിമുടക്കങ്ങളുടെ പ്രത്യേകത മുസ്ലിം ഹിന്ദു ഐക്യം ശക്തമായ തൊഴിലാളി പണിമുടക്കങ്ങളായിരുന്നു. മഹാരാഷ്ട്രയെ ഇളക്കി മറിക്കുന്ന വലിയ തൊഴിലാളി പണിമുടക്കങ്ങൾ ഹിന്ദു മുസ്ലിം ഐക്യത്തോടു കൂടി തന്നെ അവിടെ നടന്നിരുന്നു. എന്നാൽ ആ പണിമുടക്കത്തിന്റെ ആവേശം തീരുന്നതിന് മുൻപ് തന്നെ വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങും. ഹിന്ദു മുസ്ലിം വർഗീയ കലാപങ്ങൾ. അപ്പോ ഒന്ന് വർഗപരമായ ഐക്യത്തെ ശക്തിപ്പെടുത്തുമ്പോൾ പുറച്ചയിൽ വർഗീയമായിട്ടുള്ള ഭിന്നിപ്പും അതേപോലെ തന്നെ ശക്തിപ്പെടുത്തിയ പ്രവണത ഈ ബോംബെയുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ BTR പറയുന്ന കാര്യം പ്രഭാത് പട്നായിക് വർഗീയതയും വർഗ സമരവും എന്ന തലക്കെട്ട് തന്നെയാണ് എൻ്റെ ഓർമ്മ. ആ ലേഖനത്തിൽ പീപ്പിൾസ് ഡെമോക്രസിയിൽ ഒരിക്കൽ എഴുതുകയുണ്ടായി. ഇത് പ്രധാനമാണ്. വർഗ ഐക്യം കൊണ്ട് മാത്രം വർഗീയതയെ പ്രതിരോധിക്കാൻ കഴിയില്ല, അതൊരു ഭാഗം മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ വർഗ സമരം വർഗ ഐക്യം എപ്പോൾ ശക്തിപ്പെടുന്നുവോ അത് വർഗീയ ശക്തികൾക്ക് ഭീഷണിയാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. വളരെ ലളിതമാണെങ്കിലും ചില ഘട്ടങ്ങളിൽ നേരത്തെ ഞാൻ പരാമർശിച്ച് നിങ്ങളുടെ സമ്മേളനത്തിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. 1992 പ്രത്യേകത എന്താ? നേരത്തെ ചിലപ്പോൾ പണ്ട് കുറെ കാലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 91 കഴിഞ്ഞിട്ടാണ് 92. 91 കഴിഞ്ഞ് 92 വരുമ്പോ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദം പ്രത്യേകത എന്നല്ല, സ്വാഭാവികത എന്നാണ്. കാരണം പ്രത്യേക തീരുമാനമൊന്നും വേണ്ട, 92 വരാൻ പറ്റുള്ളൂ. 91 ഇന്ത്യയിൽ പുതിയ സാമ്പത്തിക നയങ്ങൾ വരുന്നത്. ആ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ, തൊഴിലാളി പണിമുടക്കങ്ങൾ എല്ലാം ശക്തിപ്പെട്ടു വന്ന ആ തുടക്കം 92 ബാബറി പള്ളി തകർക്കപ്പെട്ടു. ബാബറി പള്ളി തകർക്കപ്പെട്ടതോടുകൂടി അതൊരു
ഘട്ടമാണ്, അതിന് മുൻപുണ്ട്, പെട്ടെന്ന് വന്നതല്ല. ഒരു തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അതിലേക്ക് എത്തിയത്. രഥയാത്ര, അതിന് മുൻപുള്ള പ്രചാരവേലകൾ, ക്ഷേത്രത്തിന് താക്കോൽ തുറന്നു കൊടുക്കുന്നത്, മൃദുഹിന്ദുത്വ സമീപനങ്ങൾ, ഈ പരിസരങ്ങളൊക്കെ ഉണ്ട്. അതോടുകൂടി ചർച്ചകൾ, രാഷ്ട്രീയ ചർച്ചകൾ മാറി. മതപരമായ പ്രശ്നങ്ങളിലേക്കും മതനിരപേക്ഷതയിലേക്കും മാറാനും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെയും പുരോഗമന രാഷ്ട്രീയത്തിൻ്റെയും പ്രധാനപ്പെട്ട കേന്ദ്രമായി ഈ മതനിരപേക്ഷ പ്രവർത്തനം ഏറ്റെടുക്കാൻ നിർബന്ധിതമാവുകയും ചെയ്തു. രണ്ടാം നയങ്ങൾ അപങ്കുരം നടപ്പിലാക്കപ്പെട്ടു. ഈ സാമ്പത്തിക നയങ്ങളിൽ ഒരു ഭാഗം കൂടി കാണാം. സാധാരണ ഒരു വർഗീയത അതാത് രാജ്യങ്ങളുടെ താല്പര്യങ്ങളുടെ സ്വത്വത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ, ഈ ഭാഗം തൊട്ട് ഇന്ത്യൻ ഭൂരിപക്ഷ വർഗീയത വിദേശ മൂലധനത്തെയും വിദേശ സംവിധാനത്തെയും കോർപ്പറേറ്റുകളെയെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒന്നായുള്ള മാറ്റം സംഭവിച്ചു. 91 ശേഷമുള്ള, അതിനു മുമ്പ് ഭാരതീയ താല്പര്യങ്ങൾ, അവൻ്റെതായ സംവിധാനങ്ങൾ, ഇതെല്ലാമാണ് അവരുടെ പ്രചാരവേലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് രണ്ടും കൂടി ചേരുന്ന കോർപ്പറേറ്റ് ഹിന്ദുത്വ എന്ന പുതിയ രൂപത്തിലേക്ക് അത് മാറുകയുണ്ടായി. ഈ പരിസരത്തിലാണ് ഇന്ത്യയിൽ വലിയ തോതിൽ തുടർച്ചയായി അധികാരത്തിൽ വരാൻ BJPക്ക് കഴിഞ്ഞു എന്ന് കാണാം. ഇനിയിപ്പോൾ ഏതിലേക്കൊക്കെ പോകും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഡീലിമിറ്റേഷൻ്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ 1 country 1 nation 1 election, പുതിയ കാര്യങ്ങൾ വരുന്നു. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ആവശ്യമായ പിന്തുണ കഴിഞ്ഞ തവണ കിട്ടിയില്ല. അതിപ്പോൾ തൃണമൂൽ മാനേജ് ചെയ്യുന്നു, DMK എങ്ങോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ രാജ്യത്ത് വരുന്നുണ്ട്. ഞാൻ സമയം കുറച്ചായതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിസരത്ത് നിന്ന് വേണം കേരളത്തെയും കാണാൻ. കേരളമാണ് എന്നതുകൊണ്ട് നമ്മൾ 10 തവണ പ്രസംഗിച്ചുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ തിരുപ്പ് നിലനിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. കേരളത്തിൻ്റെ തനത് സവിശേഷതകൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് കുറെ കൂടി കഴിയും. സൂക്ഷ്മമായ സ്ഥൂലമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ കേരളത്തിലേക്ക് വ്യാപിക്കാൻ ശ്രമിക്കുന്ന വർഗീയതയുടെ ഈ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. മൈക്രോ മാക്രോ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇന്നലകളുടെ പ്രവർത്തന രീതികളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഇന്നിൻ്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. ഇന്നിൻ്റെ പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പറ്റുന്ന പ്രവർത്തന രീതികൾ നമുക്ക് ആവിഷ്കരിക്കാനായിട്ട് കഴിയണം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു, അത് സംബന്ധിച്ചുള്ള പല ചർച്ചകൾ ഇപ്പോൾ കാണാമല്ലോ മാധ്യമങ്ങളിൽ. അതിലൊരാൾ പറയുന്നത്, ഞങ്ങൾ ചില സർവേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ചില വീട്ടിൽ ദശാമനുണ്ട്, പക്ഷെ അകത്ത് ജനമായിരുന്നു, അല്ലെങ്കിൽ അകത്ത് മീഡിയ ഉണ്ടായിരുന്നു. ഇത് ചില ഇതിൽ കണ്ടല്ലോ, ശരിയായിരിക്കാം തെറ്റായിരിക്കാം. ഏത് രൂപത്തിലേക്കാണ് ഈ പ്രചാരവേല നടക്കുന്നത്? ഇപ്പം ഞാൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ നോക്കുമ്പോൾ ഒരു ആരാധനാലയത്തിൽ ചെന്നപ്പോൾ ഒരു ഉച്ച സമയം, സാധാരണ ഉച്ചയ്ക്കൊന്നും അവിടെ ആരും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ അവിടുത്തെ പ്രധാന പുരോഹിതനെ കാണാം എന്ന് വെച്ച് കണ്ട് ഇറങ്ങുമ്പോൾ നോക്കിയപ്പോൾ കുറേ സ്ത്രീകൾ അതിനകത്തിരിപ്പുണ്ട്. അപ്പം ഞാൻ അകത്തേക്ക് ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അല്ല ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരും, ഒരു 10-100 പേരുണ്ടാവും, പ്രായമായവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. അപ്പോൾ അവർ മതഗ്രന്ഥങ്ങൾ വായിക്കും, അവിടെ ഇരിക്കും, അവിടെ തന്നെ ഭക്ഷണമുണ്ട്. പണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ രാവിലെ പോവും, അല്ലെങ്കിൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് പോകും ആളുകൾ. ഇപ്പോൾ കുറേ ആൾ അവിടെ തന്നെ ഉച്ചഭക്ഷണം അവിടെയുണ്ട്, പ്രഭാത ഭക്ഷണം അവിടെയുണ്ട്, അവിടെ തന്നെ പ്രഭാഷണങ്ങളുണ്ട്, അവിടെ തന്നെ യാത്രകളുണ്ട്, തീർത്ഥാടന യാത്രകളുണ്ട്. അപ്പോൾ ഈ രൂപം മാറും. പിന്നെ ഈ ഗ്രൂപ്പുകളിലേക്കെല്ലാം ചെറിയ ചെറിയ രീതികൾ വരുന്നു. നമ്മുടെ ഒരു പ്രത്യേകത, ഇപ്പോൾ നിങ്ങൾ യൂണിയനാകാം അല്ലെങ്കിൽ മറ്റ് സംഘടനകളാകാം, നമ്മുടെ ബബിളിനകത്താണ്, ഒരു കമ്മ്യൂണിനകത്താണ്. അവിടെ നിങ്ങൾ കൊടുക്കും, ഇവിടെ നിങ്ങൾ കൊടുക്കും, ഇവിടെ നിങ്ങൾ കൊടുക്കും, ഇവിടെ കൊടുക്കും, തിരിച്ചിങ്ങോട്ട് വീണ്ടും വരും. ഇത് പുറത്തേക്ക് പോയില്ല. മറ്റേതങ്ങനെ വേറെ പല വളരെ ബോധപൂർവമായ ഒരു പ്രവർത്തന രീതികളിലൂടെയാണ്. ടാർഗറ്റഡ് പ്രൊപ്പഗൻഡയാണ്, ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയ ടാർഗറ്റ് പ്രൊപ്പഗൻഡയാണ്. ആർക്ക് എന്ത് എങ്ങനെ കൊടുക്കണം എന്ന് അനലൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക. ഏത് ആണെങ്കിലും നമ്മൾ ദീർഘമായി ഇത്തരം കാര്യങ്ങൾ, ഇപ്പം തന്നെ ഞാൻ 1 മണിക്കൂറോളായി, അത്തരം കാര്യങ്ങളിലേക്ക് അധികം പോകണമെന്നില്ല. ചുരുക്കി എങ്ങനെ പറയാം,
ഇപ്പോൾ പുതിയ തലമുറ വരുന്നു, അവരിലേക്ക് എങ്ങനെ എത്തുന്നു? അപ്പം അതിൽ ഈ പുതിയ തലമുറ ഇത്ര മതപരമായ ചിന്തകൾക്കും അല്ലെങ്കിൽ ലിംഗപരമായ വിവേചനങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള വിവേചനങ്ങൾക്ക് എതിരെയുള്ളവരാണ്. നിങ്ങൾ കുട്ടികളോട് ചോദിച്ചാൽ നമ്മുടെ വായിൽ തന്നെ അറിയാതെ ഒരു വാക്ക് വന്നാൽ അവർ പെട്ടെന്ന് പറയും അത് ശരിയായില്ല എന്ന് പറയും. വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾ പറയും അത് വളരെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന്. നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയില്ല മുടന്തൻ ന്യായമാണ്, പണ്ട് പറയും, ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് അത് വേറൊരു അർത്ഥത്തിലേക്ക് വരും. കരിദിനം പോലും ശരിയല്ല എന്ന് അവർ പറയും, ബ്ലാക്ക് ഡേ. എന്തുകൊണ്ട് ബ്ലാക്ക് ഡേ ആവുന്നു? പല ചരിത്രപരമായ പശ്ചാത്തലങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോന്നിലും അത്തരം ഒരു സമൂഹം വരുന്നുണ്ട്. ഇപ്പം എങ്ങനെ നമ്മൾ പ്രതിരോധിക്കാം? അതിൽ പ്രധാനം കേരളീയ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം, സാംസ്കാരിക മേഖലയിൽ ഇടതുപക്ഷ മതനിരപേക്ഷ സാംസ്കാരികമായ ഇടപെടലിനുണ്ടായ ഒരു മേധാവിത്വം അതേപോലെ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇത് പ്രധാനമാണ്. ഇന്നലെ ഞങ്ങളൊരു കൂടിച്ചേരലിരുന്നപ്പോൾ ഒരാളൊരു അനുഭവം പറയുകയുണ്ടായി. ഒരു കോളേജ്, ആ കോളേജിൽ ഗാന്ധിയൻ സ്റ്റഡീസ് പഠിക്കുന്ന സ്കൂൾ കുട്ടികളാണ്. കുട്ടികളെ ഒന്ന് വിളിച്ചിരുത്തി. അപ്പോൾ അതിൽ ഒരു ചോദ്യം, മഹാത്മാഗാന്ധിയെ വധിച്ചത് ആരാണ്? അപ്പോൾ 92% കുട്ടികൾ പറഞ്ഞ് ബ്രിട്ടീഷുകാരാണെന്നാണ്. യുപിയിലല്ല, മറ്റ് ഗുജറാത്തിലുമല്ല, കേരളത്തിലെ ഒരു സ്കൂളിൽ ഗാന്ധിയൻ സ്റ്റഡീസ് വിഷയമായി കൂടി പഠിക്കുന്ന സ്കൂൾ കുട്ടികളിൽ ഭൂരിപക്ഷവും അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഡോക്ടർ കെ.എൻ. പണിക്കർ ഒരു കാലത്ത് എല്ലാത്തിനും ചരിത്രവൽക്കരിക്കണം, എല്ലാത്തിനും സിദ്ധാന്തവൽക്കരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലത്തിന്റെ പ്രശ്നത്തെ നേരിടാൻ പറ്റുള്ളൂ. ഈ ചരിത്രബോധം പകർന്നു നൽകുന്നതിൽ നമുക്ക് എത്ര കുറവുകളുണ്ടായി. നമ്മൾ പറയും കേരളമായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ കേരളീയ സമൂഹത്തിലും ആധിപത്യമുള്ള ബോധം വലതുപക്ഷത്തിൻ്റെ തന്നെയാണ്. 1957 ഏപ്രിൽ 5 കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നു. 2 കൊല്ലം എന്നുള്ളൂ. 59 ആ ഗവൺമെന്റ് പോയി. പിന്നെ വരുമ്പോൾ 67, 8 കൊല്ലം കഴിഞ്ഞു. അതിന് 2 വർഷം എന്നുള്ളൂ. പിന്നെ വരുന്നത് 80 11 വർഷം കഴിഞ്ഞു. അതിന് 2 വർഷം കഷ്ടിയും എന്നുള്ളൂ. 77 ഏറ്റവും കുറച്ച് സീറ്റ് കേരളത്തിൽ കിട്ടുന്നത്. 17 സീറ്റ് CPM-നും 29 സീറ്റ് മുന്നണിക്കും കിട്ടുന്നത് 77 തെരഞ്ഞെടുപ്പിലാണ്. ആ 77 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 കൊല്ലം കഴിയുമ്പോഴേക്കും മുന്നണി ബന്ധങ്ങൾ മാറി. കേരളം വീണ്ടും ഇടതുപക്ഷ മുന്നണി വന്നു, വലതുപക്ഷത്തിന്റെ ഭിന്നിപ്പുകളെ ഉപയോഗിച്ചുകൊണ്ടാണ്. പിന്നെ 87 വീണ്ടും വന്ന്. വേണമെങ്കിൽ കാലാവധി പൂർത്തീകരിക്കാമായിരുന്നു, പക്ഷെ ചിലവൊക്കെ ചുരുക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടെന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോയി. കാലാവധി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷ സർക്കാർ കാലാവധി പൂർത്തീകരിക്കുന്നത് 2001 മാത്രമാണ്. 57 ചില മാറി എന്ന് പറയുമ്പോൾ അല്ല, 57 മുതൽ ഈ 2001 വരെയുള്ള ചരിത്രം എടുത്താൽ 15 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചിട്ടുള്ളൂ. 57, 59, 67, 69, 80, 82, 87, 88, 96, 2001. 2001 കാലാവധി കഴിഞ്ഞ ആദ്യമായി പൂർത്തീകരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ഇടതു മുന്നണിക്ക് ഏറ്റവും കുറഞ്ഞ സീറ്റ് കിട്ടിയത്, 40 സീറ്റ്. അത് ആ കാലാവധി പൂർത്തീകരിച്ച ഗവൺമെന്റ് ഒരു കാരണവശാലും തുടരരുതെന്ന വലതുപക്ഷത്തിന്റെ ഏകോപനമാണ്. ആ വലതുപക്ഷ ശക്തികൾ ഏകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ മറികടക്കാൻ നേരത്തെയും കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നത് കാണണം. ഏറ്റവും കുറഞ്ഞ സീറ്റിലേക്ക് എത്തി 40. അന്ന് ബ്യൂറോക്രസിയും അവസാനം ഈ താല്പര്യത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ആ ഗവൺമെന്റാണ് ലോകത്തിന് തന്നെ പുതിയ ഒരു പരീക്ഷണങ്ങൾ, ജനകീയാസൂത്രണം, അധികാര വികേന്ദ്രീകരണം, വ്യക്തിഗതമായ ആനുകൂല്യങ്ങളൊക്കെ നൽകിയിട്ടുള്ള ഗവൺമെന്റ് ആയിരുന്നു. പക്ഷെ ഏറ്റവും കുറവ് സീറ്റ് കിട്ടിയത് 2009. പിന്നെ 2006 വീണ്ടും വന്നു. 2011 തുടർച്ചയ്ക്കടുത്തെത്തിയതാണ്. പക്ഷെ വിജയത്തിനടുത്തെത്തിയ പരാജയം, ഇത് നഷ്ടപ്പെട്ടു. ഏറ്റവും കുറഞ്ഞ സീറ്റോട് കൂടി UDF അധികാരത്തിൽ വന്നു. ചെറിയ വ്യത്യാസം. 16 വീണ്ടും അധികാരത്തിൽ വന്നു. 16 കഴിഞ്ഞ് 21 ആദ്യത്തെ തുടർച്ചയാണ്.
പല ഘടകങ്ങളുണ്ട് തുടർച്ചയ്ക്ക്. അന്നത്തെ സാഹചര്യങ്ങൾ, കോവിഡ്, ഇടതുപക്ഷ പ്രസ്ഥാനമാകെ ജനങ്ങളിൽ എഴുകി ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ പലതരങ്ങളുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത തുടർച്ച ഉള്ള ആദ്യത്തെ ഇടതുപക്ഷ ഗവൺമെന്റാണ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചത്. അപ്പൊ അതിൽ ആ ഘട്ടത്തിൽ എല്ലാ വലതുപക്ഷ ശക്തികളും ഏകോപിതമായിരുന്നു, കുറെ കൂടി തീവ്രമായി. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. എന്നാൽ ഇവിടെ കാണേണ്ട ഗൗരവം നാം ഈ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ചേർത്ത് വെച്ച് നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയ സാഹചര്യം. ഈ വർഗീയ രാഷ്ട്രീയത്തിന് കേരളീയ സമൂഹത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അസ്പൃശ്യത അല്ലെങ്കിൽ ഒരു അൺടച്ചബിലിറ്റി എന്നൊക്കെ തോന്നിയിരുന്നത് ഇപ്പൊ മാറി ഒരു സ്വീകാര്യതയുടെ സാംസ്കാരിക പരിസരം രൂപപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഏതെങ്കിലും വർഗീയവാദിയാകാം, അത് ഭൂരിപക്ഷമാകാം ന്യൂനപക്ഷമാകാം എന്ന് പറയുന്നത് ഒരു അപമാനമാണ് എന്ന് കരുതിയിരുന്നതിൽ വ്യത്യസ്തമായി അഭിമാനമാണ് എന്ന് കരുതുന്ന ഒരു സാംസ്കാരിക പരിസരം രൂപപ്പെട്ടിരിക്കുന്നു. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നു. എങ്ങനെ ഇതിനെ നേരിടാമെന്നുള്ളതാണ്. വിശ്വാസ സമൂഹം കൂടി ചേർന്നുകൊണ്ടേ മതനിരപേക്ഷമായ സമൂഹത്തെ രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്. ഇപ്പോൾ ചിലര് വിശ്വാസിയാണ്, അല്ലേ, ഇതൊരു പ്രശ്നമല്ലെന്ന്. വിഭജനത്തിന്റെ പ്രശ്നമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, ചൂഷണത്തിന്റെ പ്രശ്നമാണ് കൈകാര്യം ചെയ്യുന്നത്. അത് വിശ്വാസി കൂടി ചേരുന്ന പ്രശ്നമാണ്. ഇന്നലെ ഇടയ്ക്ക് MA ബേബി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. പണ്ട് ഹോച്ചിമിനെ കാണാൻ ഒരു പാർട്ടി മീറ്റിങ്ങിൽ വിയറ്റ്നാമിൽ ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവധി പറഞ്ഞു. അവധി പറഞ്ഞിട്ട് പിന്നെ വരികയാണ്. വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, അച്ഛൻ മരണപ്പെട്ടു, എൻ്റെ കഴിഞ്ഞ ഇത് അച്ഛൻ വിളിച്ചപ്പാടാ, ഇവിടുത്തെ അല്ല. അപ്പോൾ മരണപ്പെട്ടു, അതുകൊണ്ട് പുതിയ ആളെ തിരഞ്ഞെടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ ഞാനാണ് ആവേണ്ടത്, പക്ഷെ എനിക്ക് മാർക്സിസ്റ്റ് അല്ലേ, എനിക്ക് ആവാൻ പറ്റില്ലല്ലോ. ഞാനത് ഒരു വിധം അത് പറ്റില്ല എന്ന് പറഞ്ഞ് അത് ഏകദേശം അംഗീകരിപ്പിച്ചിട്ട് വന്നു. അതുകൊണ്ട് എത്ര സമയം എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഹോച്ചിമിൻ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല, തീരുമാനം മാറ്റാൻ ഇനി വല്ല സാധ്യതയുണ്ടോ? അല്ല, അത് മാറ്റേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ മാർക്സിസ്റ്റ് അല്ലേ നമ്മൾ, അതുകൊണ്ട് പിന്നെ അല്ല, അങ്ങനെ മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പോയി ആ വെളിച്ചപ്പാടിന്റെ പണി എടുത്തോ. കാരണം കുറെ കൂടി ജനങ്ങളിലേക്ക് എത്താൻ ആ പണി സഹായകരായിരിക്കും. ഇതാണ് അന്ന് ഹോച്ചിമിൻ പറഞ്ഞത്. ഇപ്പോ വിശ്വാസി കൂടി ചേരുന്നതാണ്. നിങ്ങൾ എത്ര ഇത് നോക്കിയാലും ഒരു വിശ്വാസിക്ക് വിശ്വാസം വൈയക്തികമായ അനുഭവമാണ്. ഒരാള് നിങ്ങളുടെ സമ്മേളനത്തിനിടെ രാവിലെ പോയി തിരുനക്കര ക്ഷേത്രത്തിൽ പോയി രാവിലെ കുളിച്ച് തൊഴുതിട്ടെങ്കിൽ വരാം. കോട്ടയം വരെ വന്നതല്ലേ, ഒന്ന് പോയേക്കാം. അപ്പോഴാണ് സംസ്ഥാന നിങ്ങളവിടെ പോയി തിരുനക്കര, ഇന്നലെ അവിടേക്ക് ഇരുന്ന് ആകെ ഒരു അസ്വസ്ഥയായിരുന്നു. ഇപ്പൊ ഒരു ശാന്തത കിട്ടി. പിന്നെ എവിടെ നിന്ന് ശാന്തത? നിങ്ങൾക്ക് എന്ത് ശാസ്ത്രം പഠിച്ചിട്ടില്ലേ? നിങ്ങളെ വൈരുദ്ധ്യാത്മ ബോധ്യവാദം ഞാൻ ക്ലാസ് എടുത്തല്ലേ, നിങ്ങളത് ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല, അതിൻ്റെ പ്രശ്നമാണെന്നാണ് ഈ സ്റ്റേറ്റിലിട്ട് പറയുക. ആശ്വാസത്തെ അളക്കാനുള്ള ഉപകരണം ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ശരി ഒരു MRI എടുക്കുക, നിങ്ങൾക്ക് എത്ര ഡിഗ്രി ആശ്വാസം പള്ളിയിൽ പോയി കുർബാന കൊണ്ടപ്പോൾ കിട്ടി? ഇല്ല. ആശ്വാസം ഒരു വൈയക്തികമായ അനുഭവമാണ്. അത്രയെങ്കിലും അയാൾക്ക് കിട്ടിയല്ലോ എന്ന് വെച്ച് നമ്മൾ ശാന്തമായിരുന്നാൽ മതി. ഇത് അവരെ സംബന്ധിച്ചുള്ളതാണ്. അപ്പൊ ഈ പ്രശ്നമല്ല, വിശ്വാസിയും സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ നാം എടുക്കുന്നത് വർഗീയതയിലേക്ക് അത് മാറുമ്പോൾ അതിന് പ്രതിരോധിക്കാൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ എങ്ങനെ ഓരോ സംഘടനയും പ്രവർത്തിക്കുന്നു. അപ്പൊ നിങ്ങളിൽ സ്വന്തമായി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോന്ന് കൈവയ്ക്കുക. ആയിരം ലൈക്കിൽ കൂടുതലുള്ളതെന്ന് കൈവയ്ക്കുക. ഒരാളുള്ളൂ, 2 പേർ. ഒരു ദിവസം ഒരു റീലെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇടുന്നവരൊന്ന് കൈവയ്ക്കുക. 4 പേരും. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മളൊരു ആരെങ്കിലും സാധനം നിങ്ങളുടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ വന്നങ്ങ് എതിരിടും അടിയിൽ. ഇപ്പൊ നമ്മുടെ ആള് നോക്കുന്നുണ്ട്. ഇപ്പോൾ NGO യൂണിയൻ്റെ സ്റ്റേറ്റ് നേതാവ് ഇട്ടു, അപ്പൊ അടിയിൽ ചീത്ത എങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ കുറച്ചുകൂടി കിട്ടേണ്ടതായിരിക്കും എന്ന് പറഞ്ഞ മട്ടില്ല നമ്മുടെ ആളിരിക്കണേ. ഇതെങ്ങനെ ഇതിനപ്പുറത്തേക്ക് പോകും?
ഇതിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിമിതി. ഈ പുതിയ കാലത്തിനനുസൃതമായി രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ഇടപെടലുകളെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിക്കുന്നവരെന്നുള്ളതാണ്. അതാണ് തൊഴിലാളി വർഗം. പക്ഷെ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇപ്പോഴും പ്രാകൃത അവസ്ഥയിൽ തന്നെയായിരിക്കും. ഇത് മറികടക്കാതെ ഇപ്പൊ എത്ര നുണകളായിരിക്കും നിർമ്മിച്ചോളൂ. പണ്ടത്തെ ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞത് ഈ പഴയ നുണ പോലെയല്ല. പണ്ട് പറയല്ലോ, സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്ക് നുണ. ഇപ്പോഴത്തെ നുണ ഒരു മര്യാദക്കാരനല്ല. പോണ വഴിക്കൊക്കെ പ്രസവിച്ച് ഈ നുണയുടെ കുഞ്ഞികളാണോ എന്ന് പോലും അറിയാത്ത ഒരു 1000 നുണയായിട്ട് പോരുക. നുണകളുടെ ഒരു പ്രത്യേകത ഒബ്ജക്റ്റീവ് ആയിരിക്കും. സത്യം ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവാണ്. ഇത് നുണയല്ല, വസ്തുതയല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ 1 മണിക്കൂർ പ്രസംഗിക്കേണ്ടി വരും. മറ്റത് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇപ്പൊ നിയമസഭയിൽ തന്നെ ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് പ്രതിപക്ഷ നേതാവ് ചില കാര്യം പറഞ്ഞാൽ അവിടെ വെച്ച് നമ്മൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നെല്ലാം വിശദമായി 5-10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ നിശബ്ദമായിരിക്കും. പക്ഷെ പുറത്തു വന്നാൽ അതിനേക്കാൾ ആധികാരികമായി അതേ കാര്യം ശക്തമായിട്ട് പറയും. അപ്പൊ അത് വീണ്ടും പോകും. നമ്മൾ ഈ കാണുമ്പോൾ നമ്മുടെ ആളൊരു അത് കലക്കിയിട്ടോ തേച്ചു വിട്ടോ എന്നൊക്കെ പറയും. പക്ഷെ പുറത്ത് കറങ്ങുന്നത് ഈ നുണ തന്നെയായിരിക്കും. ഇതൊരു പുതിയ ഒരു പ്രശ്നം നമ്മുടെ ഇതിനകത്ത് രൂപപ്പെടുന്നുണ്ട്. അതിന്റെ സ്വാധീനം എല്ലാ തലങ്ങളിലും ഒരു വ്യക്തിയെ കുറിച്ചുള്ള നിഗമനങ്ങളിലേക്ക് എത്തിക്കാൻ, ഒരു പ്രസ്ഥാനത്തെ കുറിച്ചുള്ള നിഗമനങ്ങളിലേക്ക് എത്തിക്കാൻ, ഒരു ഭരണത്തെക്കുറിച്ചുള്ള നിഗമനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വർഗീയതയെ വർഗസമരം കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ അത് ലളിതമായ സമവാക്യമല്ല. വർഗസമരത്തിന്റെ എല്ലാ തലങ്ങളെയും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? എന്താ വർഗസമരം? വർഗങ്ങൾ തമ്മിലുള്ള സമരമാണ്. അത് ഏറ്റുമുട്ടലുകൾ ഏതു ബലത്തിൽ? സാമ്പത്തികം, രാഷ്ട്രീയം, സാംസ്കാരികം. 3 തലങ്ങളിലും വർഗസമരം ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഈ 3 തലങ്ങളും പ്രധാനപ്പെട്ടതാണ്. അതിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള തലം എന്നുള്ളത് സാംസ്കാരികമായ തലമാണ്. സാംസ്കാരികമായ തലം മാധ്യമങ്ങളിലൂടെ, സിനിമകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, യൂട്യൂബുകളിലൂടെ, റീലുകളിലൂടെ, പോസ്റ്റുകളിലൂടെ എല്ലാം ഇന്ന് ആധിപത്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീവ്ര വലതുപക്ഷത്തിന്റെ വൈകാരികതകൾക്കാണ്. ഇത്തവണത്തെ വോട്ടിങ്ങിന്റെ ഒരു പ്രശ്നം ഇമോഷണൽ വോട്ടിംഗ് ആണ് പ്രധാനമായിട്ടും. ഒരു വൈകാരികമായ വോട്ടിംഗ് ഇതിന്റെ ഭാഗമായി. ആ ഇമോഷണൽ സൃഷ്ടിക്കുന്നത് ഈ പ്രചാരണ സംവിധാനങ്ങൾ വഴിയാണ്. ഇപ്പൊ സംഘടനകൾക്ക് ഇന്നലത്തെ പോലെ പ്രവർത്തിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ വെല്ലുവിളിയെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയില്ല. ഈ ശത്രു ഇപ്പൊ ഭരണത്തിൽ ഇരിക്കുന്ന മുന്നണിയെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോ ഈ പ്രഭാഷണത്തിൽ നമ്മൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഏതാണോ ആ സംവിധാനം പല തലങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതാണ്. പല സംഘടനകൾ, പല രൂപങ്ങൾ, പല സംവിധാനങ്ങൾ ഇവരിലൂടെ പ്രവർത്തിക്കും. ഇപ്പോൾ അത് ഈ ന്യൂനപക്ഷ വർഗീയ സംവിധാനങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി എതിർക്കുന്നവരുടെ വീടുകളിലും മാധ്യമം ഉണ്ടാവും, മീഡിയ വൺ കാണും. നേരത്തെ ആ ശബരിമല പ്രശ്നം വന്നപ്പോൾ ജനം ഒന്ന് ഇടിച്ചു കയറിയത്, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ ചാനൽ കാണുന്നവർ മാത്രമല്ല, അതെല്ലാം റീലുകളാവും, അതെല്ലാം കാർഡുകളാവും. കുറെ കാണുമ്പോൾ ഇത് ശരി ഏത് തെറ്റേതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. നമ്മൾ അപ്പോൾ തന്നെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അത് കറങ്ങി വരുമ്പോഴേക്കും കുറെ സമയവും. മാധ്യമ പ്രചാര വീല വ്യത്യസ്തമാണ്. ഇപ്പൊ ബന്ധു നിയമനം കേരളത്തിൽ വന്നപ്പോൾ 4 വരിയിലെ അകത്ത പേജിൽ മാത്രമായിരുന്നു മാതൃഭൂമിക്ക് വാർത്ത. ഇന്നത്തെ പ്ലീഡറിനെ നോക്കി അതും അകത്ത വാർത്ത മാത്രം. മനോരമ പോലും ഒന്നിക്കൊടുത്തപ്പോൾ മാതൃഭൂമി അകത്ത കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ ഒരു പരിസരം രൂപപ്പെടുന്നുണ്ട്. അതിന് എൻജോയ് യൂണിയന്റെ 63ാം സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാകും. പുതിയ കാലത്തിന്റെ സംഘടനാ പ്രവർത്തന രീതികൾ എന്തായിരിക്കണം എന്നുള്ളതാണ്. സംഘടനയെ രാഷ്ട്രീയവൽക്കരിക്കാതെ, പ്രത്യയശാസ്ത്രവൽക്കരിക്കാതെ നമുക്ക് ഈ വെല്ലുവിളിയെ നേരിടാനേ കഴിയില്ല. ഒരു സംഘടനയെ ജൈവമാക്കുന്നത് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ഉള്ളടക്കമാണ്. രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഒരു സംഘടനയുടെ ഉള്ളടക്കത്തിലില്ലെങ്കിൽ അത് ജഡാവസ്ഥയിലുള്ളതായിരിക്കും.
ജനാവസ്ഥയിലുള്ളൊരു സംഘടനയ്ക്ക് ഒരു പ്രശ്നത്തെയും നേരിടാൻ കഴിയില്ല. സംഘടന രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മാത്രമേ ആ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ശേഷി ഉണ്ടാവുകയുള്ളൂ. അതുണ്ടോ? അതിലേക്ക് എങ്ങനെ വരാം? പ്രചരണ രീതികൾ പുതിയ കാലത്തിനനുസരിച്ച് എങ്ങനെ ആയിരിക്കണം? ഓരോ സംഘടന അംഗത്തെയും എങ്ങനെ ഓരോ പ്രശ്നത്തിൽ ഒരു നിലപാടിലേക്ക് എത്തിക്കാം? ആ നിലപാട് എങ്ങനെ അയാൾ വഴി മറ്റുള്ളവരിലേക്ക് എത്തിക്കാം? ഈ പരിസരം വർഗീയതയെ നേരിടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോ തലമാണ്. മാക്രോ നമ്മളെല്ലാവരും സ്ഥൂലമായി നമ്മളെല്ലാവരും നോക്കുന്നുണ്ട്. ഈ പ്രചാരവേലകൾ, പ്രഭാഷണങ്ങൾ, പരിപാടികൾ, ഒത്തുചേരലുകൾ എല്ലാം നടക്കുന്നുണ്ട്. ഇന്നത്തെ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ വേണമെങ്കിലും കേന്ദ്രീകൃതമായിട്ടുള്ള ഒത്തുചേരലുകളെക്കാളും പ്രധാനം ചെറിയ ചെറിയ കൂടിച്ചേരലുകളാണ്. ഒരു ചെറിയ കൂട്ടം ഒരു ഓഫീസിലുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാൾക്ക് ഈ കാര്യം എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിഞ്ഞാൽ ആ പ്രവർത്തന രീതി മൈക്രോ, ചെറിയ സൂക്ഷ്മമായ കൂട്ടായ്മകൾ അതുവഴി എങ്ങനെ മാറാൻ കഴിയും? പ്രചരണ രീതികൾ എങ്ങനെ മാറാൻ കഴിയും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലകളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഇന്നിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. അടിമുടി ഇനിയിപ്പോ വർക്ക്ഷോപ്പുകളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എല്ലാവരും പാർട്ടികളാകാം, സംഘടനകളാകാം. എങ്ങനെ ഈ കാലത്ത് നേരിടാം? ഈ കാലത്തിൽ എങ്ങനെ ഇടപെടാൻ പറ്റും? പഴയതിൻ്റെ അത് ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് പോകാനേ പറ്റില്ല. ആ പുതിയ രൂപങ്ങൾ ചർച്ച ചെയ്യാൻ NGO യൂണിയന് കൂടി കഴിയട്ടെ. ഏറ്റവും ഗൗരവമായ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അവന്റെ മതനിരപേക്ഷമായ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ വർഗീയത ആധിപത്യം സ്ഥാപിക്കുകയും ഇത് കേരളമാണ്, ഇങ്ങോട്ട് വരില്ല എന്നത് അതിനപ്പുറത്തേക്ക് എത്തുന്ന ഒരു അവസ്ഥയെ നേരിട്ട് നമ്മൾ അഭിമുഖീകരിക്കുകയും ചെയ്യുമ്പോൾ അതിന് പറ്റുന്ന രൂപത്തിൽ വർഗസമരത്തിന്റെ എല്ലാ 3 തലങ്ങളിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്താൻ നിങ്ങൾ കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം.